ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് SR ജംഗിൾ റിസോർട്ട്. സോ ഇതാണ് നമ്മളുടെ എൻട്രൻസ് വരുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ SR ജംഗിൾ എഴുതിയിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മുടെ റിസപ്ഷൻ വന്നത്. ഇവിടെ ചെക്കിങ് ചെക്കൗട്ട് ഒക്കെ ഇവിടെയാണ് എടുക്കേണ്ടത്. പിന്നെ റൂംസ് വന്നിട്ട് കുറച്ച് ദൂരത്താണ് ഇരിക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് കോഫി ഷോപ്പിലേക്ക് പോകാം. ഇതാണ് കോഫി കടൽ എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ടീ, കോഫി, കേക്ക്സ് അങ്ങനെയുള്ള കുറേ സ്നാക്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെസ്സും പിന്നെ വീഡിയോ ഗെയിംസും കളിക്കാനുള്ള സൗകര്യമുണ്ട്. സോ നമ്മളുടെ റിസോർട്ടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് കാർ പാർക്കിങ്ങും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഇവിടെ കുറച്ച് കാർ പാർക്കിങ്ങേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഇത് സൺഡേ ആണ്. സോ ഇതാണ് നമ്മളുടെ റൂമിന്റെ എൻട്രൻസ് വന്നിട്ട്. പോവാ. ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ചെടികളുള്ള ബാംബു ഒക്കെ ഉള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇവിടെ മൊത്തം ഇത് എന്താ പറയുക ചെടികളാണ്. പിന്നെ ആ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മളുടെ റൂം. റൂമിന്റെ ഇന്റീരിയലാണ് കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. സോ ഇതാണ് നമ്മുടെ റൂം. ഫസ്റ്റ് അത് നമുക്കൊരു ബെഡ് ഉണ്ട്. അതെനിക്ക് എല്ലാ റിസോർട്ടിലെയും പോലത്തെ ഒരു ബെഡ് ഉണ്ട്. പിന്നെ ഒരു TV, പിന്നെ അവിടെ ഒരു കർട്ടൻ, പിന്നെ ഇവിടെ പോയാൽ ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഇത് ബാത്റൂം. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല പ്ലേ ഏരിയ ആണ്. നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആണ്. നമുക്ക് പോവാം. Come on. ഇവിടെ നമുക്ക് കര ഇതെടുത്ത് SR ജംഗിൾ റിസോർട്ട്, കിഡ്സ് പ്ലേ ഏരിയ, ഇൻഡോർ ഗെയിംസ്, ജിം, ഇതെനിക്കെന്താ അറിയില്ല, ബോർഡ് മീറ്റിംഗ് ഹാൾ. നമുക്കിനി പാർക്കിലോട്ട് പോവാം. സോ ഇതാണ് നമ്മുടെ പാർക്ക് വന്നിട്ട്. സോ ഞാൻ ആ സ്ലൈഡിൽ പോയി കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഈ അത് ബ്രിഡ്ജാണ് ഗൈസ്. നടക്കാം എന്തായാലും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വീക്ക്ലി സ്ലൈഡാണ് ഞാൻ പോകാൻ പോകുന്നത്. ബൈ ബൈ. ഇനി നമുക്ക് അതിൽ ഇതിൽ പോയി കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ വേറെ പാട്ട് വന്നിട്ട്. ഇത് വന്നിട്ട് നമ്മൾ ഇരുന്നിട്ടിങ്ങനെ പോരും, ആ സാധനമാണിത്. പിന്നെ നമ്മളുടെ നാച്ചുറൽ സ്വിങ് ഉണ്ട്. ഇവിടെ സ്വിങ്ങും ഉണ്ട്. ഞാൻ നെക്സ്റ്റ് കാണിച്ചു കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ സ്ലൈഡ്. ഇതിലേക്ക് കണ്ടായിട്ടുള്ള ഇതാണ്. നമുക്ക് ഇതിൽ ഇരുന്ന് കാണിച്ചു തരാം. അതാ ഇവിടെ നമുക്ക് ഇലക്ട്രിക് കാറാണെങ്കിൽ ധൈര്യമായിട്ട് വരാം. ഇവിടെ ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഗേറ്റിൽ കൂടിയാണ് മോർണിംഗ് 7 to 8 o'clock വാക്കിങ്ങോ ട്രക്കിങ്ങോ പോണത്. സോ നമ്മൾ ഇനി കാണിക്കാൻ പോണത് ഫുട്ബോൾ കോർട്ടും വോളിബോൾ ആൻഡ് ബാസ്കറ്റ്ബോൾ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്.
സോ ഇതാണ് നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുന്നത്, ബാസ്കറ്റ്ബോൾ ആൻഡ് വോളിബോൾ. ഫസ്റ്റ് നമുക്ക് ബാഡ്മിൻ്റൺ കാണാം. ഇവിടെ കുറേ പേര് വന്നിട്ട് ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട്. വോളിബോളിൽ അത്രയ്ക്ക് ആരും ഇല്ല. പിന്നെ ഇവിടെ ആരില്ല, അതെൻ്റെ കസിൻസാണ് അവിടെ കളിക്കുന്നത്. സോ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോണത് ഒരു നല്ലൊരു കാര്യമാണ്. കമോൺ ലെറ്റ്സ് ഗോ. സോ ഇതാണ് ഞാൻ കാണിക്കാൻ പോണത് ഇവിടുത്തെ DJ. അതുപോലത്തെ ഇതാണ്. ഇപ്പൊ തന്നെ തുടങ്ങൂല, നൈറ്റ് കുറെ നേരം എടുക്കും. പിന്നെ വേറെ കുറെ ഉണ്ട്, നൈറ്റ് ഫയർ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇനിയും ചെയ്യാനായിട്ട്. അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് രാവിലെ വന്നിട്ട് 7:30 ആയിട്ട് ട്രക്കിങ്, സൈക്ലിങ് അതുപോലത്തെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് കുറെ കാർ പാർക്കിങ്സ് ഉണ്ട്, 5-6 അങ്ങനെ കുറെ കാർ പാർക്കിങ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാർ എടുത്തിട്ടൊക്കെ വരാം. എന്ന് വെച്ചാൽ കുറെ കാർ പാർക്കിങ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ വെഡിങ്ങിനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ ഗൈസ്. സോ നമുക്കിനി ബഗ്ഗീൻ്റെ അടുത്തോട്ട് പോവാം. സോ ഇവിടെ ഇതാണ് നമ്മുടെ ബഗ്ഗി. ഒരെണ്ണല്ല, ഇനി കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ റൂംസ് ഒക്കെ കുറെ ദൂരത്താണെങ്കിൽ ഈ ബഗ്ഗി സർവീസിൽ വിളിച്ചാൽ മതി, അവർ കൊണ്ടുപോയിക്കോളും. ഇതാണ് നമ്മുടെ മങ്കി ബാർ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകും. സോ ഇവിടെയാണ് നമ്മുടെ കുറെ ഡക്സ് ഉണ്ട്. സോ ഇവിടെ ചെറിയൊരു ലേക്ക് ഉണ്ട് മങ്കി ബാറിൻ്റെ അവിടെ. പിന്നെ ഇവിടെ ഉച്ചയാകുമ്പോൾ കുറെ ഡക്സ് ഇങ്ങനെ വരും ഫുഡ് കഴിക്കാൻ. പിന്നെ ഇവിടെ ടോട്ടൽ 5 സ്വിമ്മിംഗ് പൂൾസ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് റൂമിൻ്റെ അടുത്തുള്ള സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ വേറെ സ്വിമ്മിംഗ് പൂളോ നോക്കി നിങ്ങൾക്ക്. ഇത് കുറച്ച് വലിയ റിസോർട്ടാണ്. നിങ്ങളെപ്പോൾ ഇവിടെ വന്നാലും കാം ആൻഡ് ക്വൈറ്റ് ആയിരിക്കും. പക്ഷേ വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷെ വീക്കെൻഡിൽ വന്നാൽ കുറേ റഷ് ഉണ്ടാവും. മോർണിംഗ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർഗാനിക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. സോ ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉച്ചയ്ക്കും രാത്രിയും മാത്രമേ. ഇവിടെ ബുഫയും പിന്നെ ബുഫ അല്ലാത്ത ഇതുകൊണ്ട്. ഈ റെസ്റ്റോറൻറ്റ് പേര് ടേബിൾ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ വന്നിട്ട് കുറേ അഡ്വെഞ്ചേഴ്സ് ഇങ്ങനെ കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, മങ്കി ബാസ്. പിന്നെ ഇവിടെ വന്നിട്ട് ഫങ്ഷനൊക്കെ ഇവിടെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. പിന്നെ ഈ റിസോർട്ടിൻ്റെ ചുറ്റിലും ഇങ്ങനെ കനാൽസ് ഉണ്ട്. പിന്നെ അവിടെ കാണുന്നതാണ് ഒരു കാർ പാർക്കിങ്സ്. പിന്നെ ഇതാണ് നമ്മളുടെ ഈ സൈഡിലുള്ളതാണ് നമ്മളുടെ എന്താ പറയുക റിസോർട്ടല്ല ഹോട്ടലാണ് കേട്ടോ ഗൈസ് ഫുഡ് കഴിക്കുന്നത്. നമുക്ക് ബഗ്ഗിയിൽ വന്നാൽ ഇവിടെ പെട്ടെന്ന് എത്താനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെയാണ് കുറച്ചും കൂടി എന്താ പറയുക ഇങ്ങനെ ഫങ്ഷൻസ്, വെഡ്ഡിങ്, ആനിവേഴ്സറി അതൊക്കെ ഇവിടെ നടത്താനുള്ളത് പറ്റും. സോ ഇതാണ് നമ്മുടെ പൂള് വന്നിട്ട്. ഇവിടെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇരിക്കുന്നത്. ഇവിടെ വലിയ പൂളും ഉണ്ട്, കിഡ്സ് പൂളും ഉണ്ട്. അവിടെ ഈ പൂള് മാത്രമല്ല, ഇനിയും കുറേ പൂൾസ് ഉണ്ട്. അതിനെ വൈകിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വേറെ എൻട്രൻസ് വന്നിട്ട് അഡ്വഞ്ചർ പാർക്കിൽ. ഈ ലാഡറിൽ കൂടിയാണ് നമ്മൾ ആ മങ്കി ബാസ്, റോപ്പ് ക്ലൈമ്പിങ്, പിന്നെ ആ സ്റ്റിക്സിലൊക്കെ നടക്കുന്നത് പോകേണ്ടത്. പിന്നെ ഇവിടെയാണ് നമ്മൾ കാർ പാർക്കിംഗ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇൻഡോർ ഗെയിംസിനുള്ള ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. ചെസ്, സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് അങ്ങനെ കുറേ ഇവിടെ ഉണ്ട്. അപ്പോൾ ശരി ഗൈസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.